സിറ്റി ഫ്ലവർ വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് കൂടി. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ അട്ടിമറിക്കാൻ ബാഹ്യ ഇടപെടൽ നടക്കുന്നു എന്ന ആരോപണം പുതിയതല്ല. എന്നാൽ ഇറാനെതിരെ നിശിത വിമർശനവുമായാണ് ഇത്തവണ ബഹ്റൈൻ രംഗത്ത് വന്നിരിക്കുന്നത്. UAE പൗരനുൾപ്പെടെ 3 പോലീസ് ഉദ്യോഗസ്ഥർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതാണ് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയത്. ഗൾഫിലെ തുടരുന്ന സംഘർഷ സാഹചര്യങ്ങളും ഇറാൻ നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഇടപെടലുമാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ വീണ്ടും അകലുകയാണോ? ബഹ്റൈനിലെ സംഭവ വികാസങ്ങളും തുടരുന്ന സിറിയൻ പ്രതിസന്ധിയും ഇരു കൂട്ടർക്കുമിടയിൽ അകൽച്ചയുടെ വ്യാപ്തി കൂട്ടുകയാണ്. ആണവ പ്രശ്നത്തിൽ വൻശക്തി രാജ്യങ്ങളുമായി ഇറാൻ ധാരണ രൂപപ്പെടുത്തിയതിൽ ഏറെ ആഹ്ലാദിച്ചവരാണ് ഗൾഫ് ഭരണാധികാരികൾ. യുദ്ധത്തിന്റെ കാലുഷ്യം മാറിക്കിട്ടിയതിന്റെ സംതൃപ്തി കൂടിയായിരുന്നു അത്. വാണിജ്യ സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും പുത്തൻ മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നും ഗൾഫ് ജനത പ്രത്യാശിച്ചു. കൃത്യമായ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പുറത്താണ് ഇറാൻ നിലയുറപ്പിക്കുന്നതെന്ന് GCC നേതൃത്വം വീണ്ടും ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ആഭ്യന്തര ശൈഥില്യം ശക്തിപ്പെടുത്തി ബഹ്റൈനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം പൊറുപ്പിക്കാൻ കഴിയില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷോഭകാരികൾ സ്ഥാപിച്ച ബോംബ് പൊട്ടി 3 പോലീസുകാർ കൊല്ലപ്പെട്ടതാണ് പുതിയ സംഭവം. ഇതോടെ ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഗൾഫ് നിർബന്ധിതമാവുകയാണ്. സ്ഫോടനത്തിൽ 6 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഗൾഫ് മേഖലയിൽ അടുത്തൊന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്ര രൂക്ഷമായ ആക്രമണം ഉണ്ടായിട്ടില്ല. ഗൾഫ് സുരക്ഷാ സമിതി അംഗമായ UAE പൗരൻ ലഫ്റ്റനന്റ് താരിഖ് മുഹമ്മദ് അൽ ഷഹിയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. GCC സെക്യൂരിറ്റി എഗ്രിമെന്റിന്റെ ഭാഗമായി ബഹ്റൈനിലുള്ള അംബാജ് അൽ ഖലീജ് സേനയിലായിരുന്നു UAE പൗരന്റെ സേവനം. അനധികൃതമായി പ്രകടനം നടത്തിയവരെ പിരിച്ചുവിടാനുള്ള ശ്രമത്തിനിടെയാണ് അക്രമികൾ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ചത്. ബാഹ്യ ഇടപെടലില്ലാതെ സ്ഫോടനം സാധ്യമല്ലെന്ന് തെളിവുകൾ നിരത്തി ബഹ്റൈൻ വാദിക്കുന്നു. ബഹ്റൈന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അടുത്തിടെ നടത്തിയ പ്രസ്താവനയും വ്യാപകമായ പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയെ ശക്തമായി അപലപിച്ചു. സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം ഇറാൻ ഭരണകൂടത്തെ അറിയിക്കാനും ബഹ്റൈൻ ഭരണകൂടം മറന്നില്ല. ഇറാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളോട് നിഷേധാത്മക സമീപനമാണ് അവർ പുലർത്തുന്നതെന്ന് ബഹ്റൈൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ബഹ്റൈനിൽ ജീവിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം, രാജ്യത്തെ ചെറിയൊരു ശതമാനം പേർ മാത്രമാണ് പ്രക്ഷോഭത്തിന്റെ വഴി തെരഞ്ഞെടുത്തതെന്ന്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ പോലും തുറന്ന ചർച്ചകളിലൂടെ പരിഹരിക്കാമെന്ന ഉദാര നിലപാടും ഭരണകൂടം സ്വീകരിച്ചു വരുന്നു. Now we are working in 2 parallel lines. That Minister of Justice working internally with the society, with the parties to in negotiation to accept to make them closer to reach the point to sit on one table. And the other line, we are working through the media just to send messages for Bahraini, for local and for global media that we are working seriously on this dialogue and we are very serious to achieve success. എന്നാൽ പ്രശ്നത്തിന് വംശീയ മാനങ്ങൾ നൽകി പുറം ശക്തികളുടെ ഇടപെടൽ ഉറപ്പാക്കി പ്രശ്നത്തെ സങ്കീർണമാക്കാനുള്ള ആസൂത്രിത നീക്കത്തിലാണ് മറുവിഭാഗം. പരിഷ്കരണ മാർഗത്തിൽ ശക്തമായ നടപടികളാണിപ്പോൾ ഭരണകൂടം സ്വീകരിച്ചു വന്നത്. നാഷണൽ ആക്ഷൻ ചാർട്ടറിന്റെ 13ാം വാർഷികം കഴിഞ്ഞ മാസമായിരുന്നു രാജ്യം ആചരിച്ചത്. തെറ്റായ മാർഗങ്ങൾ ഉപേക്ഷിച്ച് രാജ്യത്തിന്റെ പൊതു താൽപര്യങ്ങളുമായി ഇഴുകിച്ചേരണമെന്ന അഭ്യർത്ഥനയാണ് ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ മുന്നോട്ട് വെച്ചതും. ജനങ്ങളുടെ ഐക്യം ഉറപ്പാക്കാൻ ബഹ്റൈൻ കിരീടാവകാശി ഷെയ്ഖ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും ആത്മാർത്ഥ നീക്കം നടത്തി. The rights of the people who work in Bahrain, alongside with the rights of the Bahrainis are there. So to have a country that people are able to work in it, having to feel that they belong to the community here, they have to have the rights. And we are the first country actually
that we have given those rights of the freedom of movement, in the job market. This is also to encourage the employees to make their working environments better. അതേസമയം ബഹ്റൈൻ പ്രശ്നത്തെ ജ്വലിപ്പിച്ചു നിർത്താൻ ഇറാൻ തുനിയുന്നു എന്ന വിമർശനമാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പരിശീലനം ലഭിച്ചവരാണ് ബഹ്റൈനിലെ കുഴപ്പക്കാരെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു. ബഹ്റൈനിൽ ഇറാൻ ഇടപെടലുണ്ടെന്ന് തന്നെ സഖ്യകക്ഷികളായ അമേരിക്കയും ബ്രിട്ടനും കുറ്റപ്പെടുത്തുന്നു. ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നതും. ഇവിടെ ഉണ്ടാകുന്ന ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളെ പോലും സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിമറിക്കാനുള്ള സാമ്രാജ്യത്തിൻ്റെ ഇടപെടലുകൾ ബഹ്റിനും ഇറാനും തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റുവാനുള്ള ഒരു അന്തർദേശീയ ഗൂഢാലോചനയുടെ ഭാഗമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇറാൻ എന്ന സ്വതന്ത്ര രാജ്യവും ബഹ്റിൻ എന്ന സ്വതന്ത്ര രാജ്യവും ലോകത്തിന് വലിയ പാഠങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഗുണപരമായ വികസനത്തിൻ്റെ മാതൃകളായി തീരാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളാണ്. ഇത് തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ അപകടകരമായ ഗൂഢ ശ്രമങ്ങളെ നാം തിരിച്ചറിയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായി ഇറാൻ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ അതാകും മേഖലയുടെ ഭാവിക്കും ഏറെ ഗുണകരം. തുറന്ന ചർച്ചകളിലൂടെ ആ ദിശയിൽ മുന്നോട്ടു പോകാൻ ഇറാൻ തയ്യാറാകുമെന്ന് തന്നെയാണ് മേഖലയിലെ സമാധാനകാംക്ഷികളുടെ പ്രത്യാശയും.